നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച മൃതദേഹങ്ങൾ പ്രത്യേക ആംബുലൻസിലാണ് പോലീസ് വാഹനത്തിന്റെ അകമ്പടിയോടെ ജന്മനാടുകളിലേക്ക് കൊണ്ടുപോയത്. തിരുവനന്തപുരത്തെ അരുൺ ബാബുവിന്റെ മൃതദേഹം വെമ്പായത്തെ ഭാര്യയുടെ വസതിയിൽ വൈകിട്ട് 5 മണിയോടെയാണ് എത്തിച്ചത്. നെടുമങ്ങാട് ഊഴമലക്കലെ കുടുംബ വീട്ടിലേക്ക് പിന്നീട് കൊണ്ടുവന്നു. ഇവിടെ നടന്ന പൊതുദർശനത്തിന് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഒരു നാടിന്റെ കണ്ണുനീർ ഇറ്റുവീണത് അരുൺ ബാബുവിന്റെ ഓർമ്മയിലേക്കാണ്. കേരളത്തിന്റെ നെഞ്ചു തകർന്നപ്പോൾ തിരുവനന്തപുരത്തും കാഴ്ച ഉള്ളുലയ്ക്കുന്നതായി. അരുൺ ബാബുവിന്റെ മൃതദേഹം വെമ്പായത്തെ ഭാര്യ വീട്ടിലേക്ക് വൈകിട്ട് 3 മണിയോടുകൂടിയാണ് എത്തിച്ചത്. തുടർന്ന് ഉഴമലക്കിലെ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പൊതുദർശനത്തിന് സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള ആയിരങ്ങൾ പങ്കെടുത്തു. രാഷ്ട്രീയ പ്രവർത്തകരും ജനപ്രതിനിധികളും അടക്കമുള്ളവർ അന്ത്യോപചാരമർപ്പിച്ചു. 8 മാസം മുൻപാണ് അരുൺ ബാബു കുവൈറ്റിലേക്ക് പോയത്. കോവിഡിന് മുൻപ് വിദേശത്തായിരുന്നു ജോലി. കോവിഡ് സമയത്ത് തൊഴിൽ പ്രതിസന്ധി ഉണ്ടായതോടെ നാട്ടിലേക്ക് തിരികെ എത്തി. 13ഉം 3ഉം വയസ്സുള്ള 2 പെൺകുട്ടികളുടെ അച്ഛനാണ്. ഒരു വീടെന്നത് അരുണിന്റെ സ്വപ്നമായിരുന്നു. അമ്മയുടെ സംരക്ഷണവും. വർഷങ്ങൾക്ക് മുൻപ് കർണാടകയിൽ നഴ്സിംഗ് പഠനത്തിന് പോയ സഹോദരി പനി ബാധിച്ച് ചികിത്സ കിട്ടാതെ അവിടെ മരണപ്പെട്ടു. അന്നു മുതൽ അമ്മ മനോവേദനയിലായിരുന്നു. ഇപ്പോൾ മകന്റെ വേർപാടുകൂടി ഉണ്ടായപ്പോൾ അത് താങ്ങാനാവാത്ത വിധം ആ അമ്മയുടെ മനോനിലയെ തകർത്തു കളയുന്നു. പൊതുദർശനത്തിന് ശേഷം അരുൺ ബാബുവിന്റെ തന്നെ പേരിലുള്ള ഭൂമിയിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ഹരി വിതുരയ്ക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.